നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗീരാജഖണ്ഡം. ഗോവർദ്ധന പൂജ. വിദേഹാധിപനായ ബഹുലാശൻ നാരദ മഹർഷിയോട് പറഞ്ഞു, മഹാമുനി, ശ്രീകൃഷ്ണ കഥകൾ എത്ര തന്നെ കേട്ടിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല. വെറും ബാലനായിരുന്ന കാലത്ത് ഒരു കൈയിൽ ഗോവർദ്ധനഗിരി പൊക്കിപ്പിടിച്ച കഥ അങ്ങയുടെ മുഖത്തു നിന്നും കേൾക്കാൻ മോഹമുണ്ട്. രാജാവിന്റെ ശ്രീകൃഷ്ണ ഭക്തിയും കഥാശ്രവണത്തിനുള്ള ഔത്സുക്യവും കണ്ട് പ്രസന്നനായ നാരദ മഹർഷി കഥാകഥനം തുടർന്നു. പരിപൂർണതമനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ചരിത്രം എത്ര പറഞ്ഞാലും അവസാനമില്ലാത്തതാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഗോവർദ്ധനോദ്ധാരണ കഥ ഞാൻ ചുരുക്കി പറയാം. ദ്രോണാചലപുത്രനായ ഗോവർദ്ധന നീലാചലം ബ്രജമണ്ഡലത്തിൽ എത്തിയ കഥ വൃന്ദാവന ഖണ്ഡത്തിൽ വിവരിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. പ്രജകൾ രാജാവിന് വർഷം തോറും കപ്പം കൊടുക്കുന്നത് പോലെ തന്നെ കൃഷിക്കാരും ഗോധനം മാത്രം തങ്ങളുടെ സ്വത്തായി കാണുന്ന ഗോപന്മാരും കൊല്ലം തോറും ഇന്ദ്രപ്രീതിക്കായി ഓരോ യാഗം നടത്തുക പതിവായിരുന്നു. ഒരിക്കൽ യാഗസംഭാരങ്ങൾ ഒരുക്കുന്നത് കണ്ട നന്ദഗോപരോട് ശ്രീകൃഷ്ണൻ സദസ്സിൽ വെച്ച് ചോദിച്ചു, അച്ഛാ, ദേവേന്ദ്രനെ പൂജിച്ചാൽ ലൗകികമോ അഥവാ പാരത്രികമോ ആയ വല്ല സൽഫലങ്ങളും ലഭിക്കുമോ? ശക്രനെ പൂജിച്ചാൽ ഭുക്തിയും മുക്തിയും ലഭിക്കും. അല്ലാത്ത പക്ഷം അവ രണ്ടും കിട്ടുന്നില്ല. അതിനാൽ ജനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാവുകയില്ല. ഇത് കേട്ട് ഭഗവാൻ പിന്നെയും പറഞ്ഞു, ഇന്ദ്രാദി ദേവന്മാർ സ്വകർമ്മം കൊണ്ട് സൗഖ്യം അനുഭവിക്കുന്നു. അവരുടെ സേവനം മുക്തിപ്രദമല്ല. കർമ്മം അവസാനിക്കുമ്പോൾ അവർ വീണ്ടും മർത്യപദത്തിലേക്ക് തിരിച്ചു വരും. ബ്രഹ്മാവിന് കൂടി കാലത്തെ ഭയമാണ്. അപ്പോൾ പിന്നെ ബ്രഹ്മസൃഷ്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതിനാൽ ജ്ഞാനികൾ പറയുന്നത് ഭഗവാനെ ഭജിച്ച് കർമ്മഫലം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് അർപ്പണ മനോഭാവത്തോടെ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ്. കൃഷ്ണാർപ്പണത്തോടെ ഭഗവാൻ മനസ്സിൽ പ്രവേശിക്കുന്നു. അപ്പോൾ മോക്ഷവും ലഭിക്കുന്നു. ഗോക്കൾ, വിപ്രന്മാർ, സജ്ജനങ്ങൾ, അഗ്നി, ദേവകൾ, ശ്രുതി, ധർമ്മം, ഗോവ്, വിപ്രൻ, സാധു ഇവ അവിടുത്തെ വിഭൂതികളാകുന്നു. ഇവരിൽ കൂടിയുള്ള സേവനം മോക്ഷപ്രദമാണ്. ഇതാ ഇവിടെ നിൽക്കുന്ന ഗോവർദ്ധനഗിരി ഹരിയുടെ മാരടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പുലസ്ത്യ തേജസ്സാൽ ഇവിടെ വന്ന് സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ദർശനം മാത്രം കൊണ്ട് പുനർജന്മം കൂടി അറ്റുപോകുന്നു. നാം എല്ലാം ഭക്തിയോടെ ഗോവിപ്രാദികളെ പൂജിച്ച് ഈ അദ്രീതടത്തിൽ ഉപായനം അർപ്പിച്ചാൽ മതി. നമ്മുടെ ഗോധനത്തിന് വേണ്ട പച്ചപ്പുല്ല് വേണ്ടുവോളം തരുന്നത് ഈ ഗിരിരാജനാണ്. എന്റെ അഭിപ്രായം ഇതാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു നിർത്തി. ഇത് കേട്ട് സന്തോഷിച്ച് വൃദ്ധനും നീതിമാനുമായ സന്നന്ദൻ എന്ന ഗോപവൃദ്ധൻ ആ സദസ്സിൽ എല്ലാവരും കേൾക്ക ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഹേ നന്ദാത്മജ, നീ ജ്ഞാനിയാണ്. നിന്റെ അഭിപ്രായം ഏകകണ്ഠമായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഗിരിരാജപൂജ എപ്രകാരമാണ് ശ്രീയോന്മുഖരായി അനുഷ്ഠിക്കേണ്ടത് എന്നുകൂടി പറയൂ. ഭഗവാൻ പറഞ്ഞു, ഗോമയം കൊണ്ട് ഗിരിസാനുവിൽ ഒരിടത്ത് നന്നായി മെഴുകി ശുദ്ധമാക്കി യാഗസംഭാരങ്ങൾ മുഴുവൻ ഒരുക്കി വയ്ക്കുക. ഭക്തിയോടെ സഹസ്രശീർഷ മന്ത്രത്താൽ സ്നാനം ചെയ്യിക്കുക. ഗംഗാജലവും യമുനാജലവും വരുത്തി ബ്രാഹ്മണരെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കുക. പിന്നീട് പാൽ, പഞ്ചാമൃതം, കൃഷ്ണാജലം മുതലായ പൂതമായ ദ്രവ്യങ്ങൾ കൊണ്ടും അഭിഷേകം നടത്തുക. ദിവ്യവസ്ത്രങ്ങൾ, പുഷ്പമാല്യാദികൾ, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗോരോചനം, ചന്ദനം, അകിൽ മുതലായവകളാൽ നന്നായി അലങ്കരണം ചെയ്യുക. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ബദ്ധാഞ്ജലായി നമോ വൃന്ദാവനങ്കായ നമോ ഗോവർദ്ധനായ ച എന്ന മന്ത്രം ചൊല്ലുക. പുഷ്പാഞ്ജലിയും നീരാഞ്ജലിയും അർപ്പിച്ച് മണി, മൃദംഗം മുതലായ വാദ്യങ്ങൾ ഘോഷിച്ചുകൊണ്ട് ലാജവും മലർ, അന്നക്കുടവും ശ്രദ്ധയോടെ സമർപ്പിക്കുക. ബലി നൽകാൻ വാഴപ്പഴം, മാതളം, ആശ്രമഫലം, പനസ മുതലായ സ്വാദിഷ്ടമായ ഫലങ്ങളുമാവാം. ഗംഗാജലവും യമുനാജലവും നിറച്ച് തുളസിതളങ്ങളിൽ പത്മമിട്ട് 64 കലശങ്ങൾ 5 സഫലങ്ങളായി വെക്കുക. 56 കൂട്ടം വിഭവങ്ങളോടുകൂടി ബ്രാഹ്മണർ, അഗ്നി, പശു ഇവരെ പൂജിക്കുക. ബ്രാഹ്മണാദികളുടെ ഭോജനത്തിന് ശേഷം അവിടെ കൂടിയവരെക്കെല്ലാം മിഷ്ടാന ഭോജനം നൽകുക. ഗോപി ഗോപന്മാർ സ്തുതിചൊല്ലി നൃത്തം ചെയ്ത് ജയഘോഷങ്ങളും മംഗളധ്വനിയും മുഴക്കി ഉത്സവം കൊണ്ടാടുക. ഇതേ യാഗം ഗോവർദ്ധനഗിരി ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെങ്കിൽ ഗോമയം കൊണ്ടോ പുഷ്പലതാദികളോ പുല്ലുകൊണ്ടോ ഗോവർദ്ധന രൂപം ഉണ്ടാക്കിയും പൂജിക്കാവുന്നതാണ്. ആ രൂപത്തിൽ ഗോവർദ്ധനഗിരിയിൽ നിന്നും ഒരു കല്ലെടുത്ത് വച്ചാൽ ഏറ്റവും നന്ന്. കല്ലിന്റെ തൂക്കം സ്വർണം ഗോവർദ്ധനത്തിൽ വെച്ചതിന് ശേഷം മാത്രമേ കല്ലെടുത്ത് കൊണ്ടുവരുവാൻ പാടുള്ളൂ. ഗോവർദ്ധന ശില അത്രയും ദിവ്യത്വമാർന്നതാണ്. അതുപോലെ സാളഗ്രാമത്തിലും ഗോവർദ്ധന സങ്കല്പത്തോടെ പൂജ ചെയ്യാം. താമരയിലയിലെ വെള്ളം പോലെ ഗോവർദ്ധന പൂജ ചെയ്യുന്നവനെ പാപങ്ങൾ ബാധിക്കുന്നില്ല. ഗോവർദ്ധന പൂജ ചെയ്യുന്നവന് ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള പുണ്യം ലഭിക്കുമെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇവിടെ നമുക്കും വർഷം തോറും മുടങ്ങാതെ ഗിരിരാജ പൂജ നിർവഹിക്കാം. ശ്രീകൃഷ്ണ വചനം ശ്രവിച്ച നന്ദരാജൻ, സനന്ദൻ, വിഷഭാനു മുതലായവർ വിസ്മയം കൊണ്ടു. പഴയ ഇന്ദ്രപൂജയുടെ ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ച് എല്ലാവരും ഗിരിരാജ പൂജയ്ക്കൊരുങ്ങി.
പൂജാദ്രവ്യങ്ങളും മറ്റു സംഭാരങ്ങളും വിപുലമായ തോതിൽ ഒരുക്കപ്പെട്ടു. രാമകൃഷ്ണന്മാരെ അവിടേക്ക് കൊണ്ടുവന്നു. യശോദാരോഹിണിമാരും അവിടെ എത്തി. ആ സമയത്തേക്ക് യദുകുലാചാര്യനെ ഗർഗാചാര്യനും ഗോവർത്തന സാനുവിൽ എത്തിച്ചേർന്നു. ആനപ്പുറത്ത് ഏറിക്കൊണ്ട് വൃഷഭാനുവും കീർത്തിയും കൂടെ തന്നെ നന്ദരാജനും നവനന്ദന്മാരും ഉപനന്ദന്മാരും പുത്രപൗത്ര ബന്ധുമിത്രാദികളും കൂടി ഗിരിരാജപാശത്തിൽ വന്നെത്തി. ശിവികാരൂഢയായി സഖീജനങ്ങളായി പരിവൃതരായി ഇന്ദ്രിയാണിയെപ്പോലെ രാധയും വന്നു ചേർന്നു. ഹേ രാജൻ, ലളിത, വിശാഖ, ചന്ദ്രാനന, രമ, വിരാജ, മയ, കൃഷ്ണ, ജാനവി, അഷ്ടസഖികൾ, ഷോഡശസഖികൾ, ദാംസഖികൾ എന്നു തുടങ്ങി യുദ്ധക്കണക്കിന് ഗോപികമാരും വന്നുറഞ്ഞു. വൈകുണ്ഠവാസികൾ, ഊർധ്വവൈകുണ്ഠവാസികൾ, ധ്രുവാദിലോഹങ്ങളിലുള്ളവർ, നാഗകന്യകൾ, ഔഷധികൾ, സമുദ്രകന്യകമാർ, അപ്സരസുകൾ, ദേവാംഗനകൾ, ഗന്ധർവ, സിദ്ധ, കിന്നര, കിംപുരുഷ നാരികൾ മുതലായ എല്ലാവരും ഉപായനങ്ങളുമായി ഗിരിപാർശ്വത്തിലെത്തി. ഗോവർദ്ധന്മാരും ശിശുക്കളും യുവാക്കളും എന്ന് വേണ്ട ബ്രജവാസികൾ ഒന്നടങ്കം തലപ്പാവണിഞ്ഞ് കാലിക്കോലും കൊമ്പുമായി വന്നു. ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഗോവർദ്ധനോധാരണായ ഗോവിന്ദായ ഗോകുലനിവാസായ ഗോപാലായ ഗോപാലപതയേ ഗോപീജനപാത്രേ ഗിരിജഗതോധാത്രേ കരുണാനിധേ ജഗവിദേ ജഗന്മംഗലേ ജഗന്മംഗളായ ജഗന്നിവാസായ ജഗന്മോഹനായ കോടിമന്മതമന്മതായ വൃഷഭാനുസുതാവരായ ശ്രീനന്ദരാജകുലപ്രദീപായ ശ്രീകൃഷ്ണായ പരിപൂർണതമായ തേ അസംഖ്യ ബ്രഹ്മാണ്ഡപതയേ ഗോലോകരാമകൃഷ്ണാധിപതയേ സ്വയം ഭഗവതേ സബലായ നമസ്തേ നമസ്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ